മത്തായി സുവിശേഷം 3-ാം അധ്യായം 12-ാമത്തെ വാക്യം. വീശുമുറം അവന്റെ കയ്യിലുണ്ട്. അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി ഗോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിർ കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യും. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണേ. ഈ നമ്മൾ കണ്ടെത്തി നിൽക്കുമ്പോൾ ഈ കൊയ്യുന്നതെല്ലാം നല്ല നെൽമണി പോലെ നമ്മൾ കാണുന്നു. ഇതിനെ ആദ്യം കൊയ്തിട്ട് കറ്റയായിട്ട് എന്ത് ചെയ്യും? കെട്ടിയിട്ട് സ്തോത്രം. ഈ നെൽപ്പാടുമായിട്ട് ബന്ധമുള്ളവർക്ക് ഞാൻ ഈ പറയുന്ന മനസ്സിലാകത്തുള്ളൂ. ഇല്ലാത്തവർ 2 മിനിറ്റ് കേട്ടോണ്ടിരിക്കണം. കെട്ടിയിട്ട് കൊയ്യുന്ന അതത് വരമ്പത്ത് അടുക്കി വെക്കും. ഈ നെല്ല് പൊഴിയുന്ന ഒരു സമയം എത്തുമ്പോഴായി കൊയ്യുന്നു. മിഷൻ കൊയ്യുന്ന കാര്യമല്ല, മനുഷ്യൻ കൊയ്യുന്ന കാര്യമാണ് പറഞ്ഞത്. എന്നിട്ട് കുറച്ചു നേരം കഴിയുമ്പം ഈ അടുക്കി വെച്ച കറ്റകൾ എടുത്തെടുത്ത് സ്തോത്രം കെട്ടാക്കി കെട്ടി ഒരു തലയിൽ വെക്കും. അപ്പം രൂത്ത് ബോവസിന്റെ വയലിൽ ചെന്നപ്പോൾ ഈ കൊയ്ത്തിന്റെ സമയമാണ്. ഇങ്ങനെ കറ്റ കൊണ്ട് അടിച്ചപ്പം ഈ അടിയുടെ ഊക്കിൽ കുറച്ച് നെൽമണികൾ പൊഴിഞ്ഞു വീണു. ബോവസ് പറഞ്ഞു, ദേ ആ ഒറ്റയ്ക്ക് നിന്ന് പറക്കുന്ന കൊച്ചില്ലേ, അവളോട് പറ, കറ്റയും ചേരുന്നിടത്ത് വീണ് കിടക്കുന്നത് ഇങ്ങനെ മെല്ലെ വാരി ഇങ്ങെടുത്തോളാൻ പറ. ചെല്ലൊക്കെ പറയത്തില്ല, അവൻ വാരുക, കണ്ണു കടിക്കുന്നു. ഇവള് വയലിലിറങ്ങിയപ്പോ ഇവൻ വരമ്പത്തിരിക്കുമായിരുന്നു. വരമ്പത്തിരുന്ന പണി നടക്കത്തില്ല, വയലിൽ ഇറങ്ങണം. അവള് വാരിയെടുത്തു. പിന്നെ ഈ കറ്റ കെട്ടി തലയിലോട്ട് വെക്കുമ്പം മുമ്പോട്ട് പോകാൻ വയ്യ. നെൽമണി ഈ നടക്കുന്നവന്റെ കൺമുമ്പിൽ കൂടെ താഴോട്ട് കിടക്കും. അവനപ്പ ചെയ്യുന്ന കാര്യമുണ്ട്, കൈ കൊണ്ട് കുറച്ച് വലിച്ചു പറിച്ച് താഴെ ഇടാൻ നേരത്ത് ബോവസ് പറഞ്ഞു, അത് രൂത്തിരിക്കുന്നിടത്തോട്ട് ഇട്ടേക്കണം. സ്തോത്രം. ചെല്ലു പറയത്തില്ല, അയ്യോ അവൻ്റെ ഒരു നല്ല കാലം കർത്താവ് കൃപ തോന്നിയതാ, അർഹിക്കാത്ത പലതും നിന്റെ മടി വന്ന് വീഴാൻ പോവുക. ഇനി ഞാൻ ആ ഭാഗമെല്ലാം വിടുക. നേരെ കൊണ്ട് നെല്ലുകൊണ്ട് ഈ കറ്റ കൊണ്ട് ഒരു ടാർപോളിനുടെ പരമ്പേലോ ഇടും. വൈകിട്ട് കൊയ്ത ആൻറ്റിമാര് എന്നിട്ട് ഒരു കറ്റയുടെ മണ്ടയ്ക്ക് കമ്മ്യൂണിസ്റ്റ് കടി, അപ്പുറത്തന്നെ മുമ്പിൽ പെരുമലത്തല, അതിനപ്പുറത്തന്നെ മുമ്പിൽ വേറെ പടപ്പം പോച്ച. അതെന്തുവാ? അത് രമണിയുടെ, ഇത് സൂസിയുടെ, ഇത് തങ്കമ്മയുടെ. കൊയ്യുന്നവരുടെ ഇവിടെ ഉള്ളവരുടെ പേരൊന്നും ഞാൻ പറഞ്ഞാലേ, ഞാൻ വായി കിട്ടിയ 3 പേരങ്ങ് പറഞ്ഞ. ഇങ്ങോട്ട് നോക്കിയേ. എന്നിട്ട് നെല്ല് വൈകിട്ട് ഇവരെന്ത് ചെയ്യുന്നറിയാവോ? ഒരു കല്ലിൽ അടിക്കും. അടിക്കുമ്പം ഈ കച്ചിയും നെല്ലും തമ്മിൽ വേർതിരിഞ്ഞ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നറിയോ? ഈ നെല്ല് ഉണക്കും. ഉണക്കുന്ന എന്തിനാന്ന് ചോദിച്ചാൽ പറയാം. ഈ നെല്ല് നിറഞ്ഞ മണികൾക്കകത്ത് ഞാനും നിറഞ്ഞ് എന്ന് പറഞ്ഞ് ജാടയുള്ള കുറച്ചെണ്ണം കിടപ്പുണ്ട്. അവന്മാരുടെ അകത്തൊന്നുമില്ല, മിണ്ടുന്നില്ല. ഞാനും സ്നാനപ്പെട്ടെ, ഞാനും രക്ഷിക്കപ്പെട്ടെന്ന് കിടക്കുക. തമ്പുരാൻ പറയാ, കിടക്കട്ടെ. വീശുന്നൊരു സമയമുണ്ട്. വീശുമ്പം കണ്ടോണം ജീസസ്. ഈ ജാടയുള്ള ഒരെണ്ണം അവിടെ കിടക്കുകയല്ല. നിങ്ങൾ എന്നോട് പിണങ്ങൊന്നും ചെയ്യരുത്. ഞാൻ പറഞ്ഞില്ല, സ്തോത്രം സൈലന്റ് ആകുന്ന സമയത്തിലോട്ട് ദൂത് വരുന്നത്. പണ്ടൊക്കെ വീശുന്ന മുറത്തിനായിരുന്നു, അല്ലയോ അമ്മി? ഈ കോരി ഇടുന്നതിനെന്തോ വിത്തോറ്റി, ഇല്ലയോ? വിത്തോറ്റി കൊണ്ട് പിള്ളേർ ഗൂഗിളിലൊക്കെ കയറി വിത്തോറ്റി ഒന്നും അടിച്ചു നോക്കിയാൽ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല, ചിലപ്പോൾ കിട്ടുമായിരിക്കും. വിത്തോറ്റി കൊണ്ട് ഒരു കോരി അങ്ങോട്ടിടുമ്പം നല്ല ഉഷിലുള്ള 2 ചെറുപ്പക്കാര് നിന്നോണ്ട് മുറം കൊണ്ട് തലങ്ങം ബലങ്ങം വീശു. അപ്പൊ ഈ നിറഞ്ഞ നെൽമണിക്കകത്ത് കുറെ വർഷം കൊണ്ട് കിടന്ന് ഞാനും നിറഞ്ഞാന്നേ, ഞാനും നെല്ലാന്നേ, എന്നെയും കളപ്പേ വെക്കാൻ കൊള്ളാമേ എന്ന് പറഞ്ഞ് ചേർന്ന പുള്ളി ഈ കാറ്റടിക്കുമ്പം പറയും, എന്നാലേ പോവാ. അമ്മേ സ്തോത്രം. അനക്കം കണ്ടാ വീശുന്നവൻ നിർത്തത്തില്ല. കാരണം അനക്കമുള്ളവനും ഇളക്കമുള്ളവനും ഒക്കെ അടുത്ത വീശിപ്പോവും. നിറഞ്ഞ മണി മാത്രമേ കലവറ കയറ്റത്തുള്ളൂ. പാണ്ഡികശാല കയറ്റണമെങ്കിൽ നിറഞ്ഞ
പൗലോസ് പറയാം, നിങ്ങൾ ആത്മാവിൽ നിറഞ്ഞവരായി. നിങ്ങൾ പിണങ്ങല്ലേ എന്നോട്, നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചേ. അപ്പൊ ഇങ്ങനെ വീശുക, ഇങ്ങനെ വീശും, ഇങ്ങനെ വീശും. അപ്പൊ ഈ നെൽമണി പറയാ, അയ്യോ ചാക്കോ ഉരുണ്ട് പോന്നല്ലോ. ചാക്കോ പിണങ്ങരുത്, മനസ്സിലാകാന. ചാക്കോ ഇങ്ങനെ വീശ നിർത്ത്. ചാക്കോ ഉരുളുന്നു, പക്ഷെ വീശുന്നവൻ ഉരുളിച്ച കണ്ടാ നിർത്തുകയല്ല. അവനെ ഉരുട്ടി ഈ പരമ്പേന്ന് വെളിച്ചടിക്കണം. എന്തിനാണെന്നറിയോ? അവനെ വൈകിട്ട് ചെമ്പടുപ്പിന്റെ കീഴിലിടാനാ. മിണ്ടുന്നില്ല. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ച് ഞാൻ ദൂത് പറയട്ടെ. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം. നിന്നെ വയലിൽ കൊയ്യാൻ നിർത്തി, നീ കൊയ്തു കൂട്ടിയതിനകത്തും വെളിപ്പെട്ട ഫലമായി ഇവിടെ ഇരിക്കുന്നേ. നിന്നെ തമ്പുരാൻ വീശിയാൽ അകത്ത് കിടക്കുമോ പുറത്തു പോകുമോ? ഒന്ന് കൈ അടുത്തിരിക്കുന്ന ആളോടൊന്ന് ചോദിച്ചേ, വീശിയാൽ അകത്തിരിക്കുവോ പുറത്തു പോകുമോ എന്ന് ചോദിച്ചു. ചെല്ലു പറയാ, ആരോടിച്ചാലും ഞാൻ പോവുകയല്ല. എടാ, നിന്നെ ഓടിക്കാൻ പെർമിഷൻ വേണ്ട, കാറ്റടിക്കുമ്പോ നീ തന്നെ ഞാൻ പോവാ. കണ്ടിട്ടില്ലയോ ഈ അമ്മമാര് പണ്ട് ഈ മുറത്തിനകത്ത് പാറ്റുന്നൊരു സമയമുണ്ട്, കേട്ടിട്ടുണ്ടോ? ഇപ്പോഴത്തെ പിള്ളേർക്ക് പോലും പാറ്ററിയാവും. ഇങ്ങനെ അങ്ങോട്ട് പാറ്റി 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 നല്ല അമ്മമാര് പാറ്റിയാൽ പാറ്റി അതിനകത്ത് കിടക്കുന്ന ധാന്യം ഇളകി മറിയും. അന്നേരം മുറത്തിന്റെ താഴെ 2 അടി. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ? ഈ വലിയ ജാട ഇട്ട് നിന്ന പുള്ളിയെല്ലാം അവിടുന്ന് ചാടി മുറത്തിന്റെ തുമ്പത്തിയല്ല. എന്നിട്ടോ പാറ്റുന്നവനെ നോക്കി കൊഞ്ഞനം കുത്തുക. ഇത്ര വേണ്ടായിരുന്നു നോക്കി. എന്തിനാ? അറ്റത്തിട്ടും പാറ്റും, ഇവൻ സൈലന്റ് ആവും. അതൊക്കെ ഈ മുറ ഉപയോഗിക്കുന്നതിനറിയാം. മനസ്സിലായില്ലയോ? മുറ ഉപയോഗിച്ചിട്ടോ അതൊന്ന് കൈവക്കിക്കേ. യോ, അപ്പൊ ഞാൻ പറയുന്നതല്ലേ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിക്കൊണ്ടിരിക്കുക. ഇങ്ങോട്ട് നോക്ക്. അറ്റത്തിട്ടവനെ പാറ്റ് എന്താന്നറിയോ? അല്ലെന്നേ. അയ്യോ, നിങ്ങളാണ് ചൊവ്വ പാറ്റുന്നവരല്ലയോ? അറ്റത്തുള്ളവനെ അറ്റത്തിട്ട് പാറ്റിയച്ച് ഈ അമ്മ ഒരു കൈ വിട്ടച്ച് മറ്റേ കൈ കൊണ്ട് ഇവനെ വായുവിലിട്ടൊരു പിടിപിടി. എന്തിനാ? അടുപ്പിക്കളയാ. ഹല്ലേലൂയ. പാറ്റുന്ന ഈ യേശു പറയാ, സിമോനെ, സാത്താൻ കഴിഞ്ഞ ദിവസം ഒരു മുറവും പിടിച്ചുകൊണ്ട് എൻ്റെ അടുക്ക വന്നു. ആ മുറമൊക്കെ എന്തുവാന്ന് വെളിപ്പെടുത്തുന്നത്. അത് മുറമെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ പാറ്റുന്ന സാധനമല്ല, വേറെയാ. നിന്നെ പാറ്റാൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു തോട്ടുപോയേക്കരുത്. പാറ്റാഞ്ഞിട്ട് ഇവൻ വല്ലപ്പോഴും ചൊവ്വാഴ്ച വരുന്നത്. മിണ്ടുന്നില്ല. ഇനി പാറ്റിയാൽ ഈ ആണ്ടി കിട്ടുകയല്ല. അവരെ വീട്ടിൽ ഇരിക്കാൻ സ്വൈര്യത ഇല്ലാതിരിക്കുമ്പോഴാ ഒന്ന് പ്രാർത്ഥന എന്ന് പറഞ്ഞു ഓടുന്നു. പിന്നെ പാറ്റുകൂടെ ചെയ്താ പറയണോ? നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചു. ഞാൻ ഇച്ചിരി നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷ വന്നെങ്കിലും ഞാൻ ഈ ദൂത് പറയുക, വിതയ്ക്കുന്നവൻ കൊയ്യും. ഒരാമയും വരുന്നില്ല. ഇവിടെ ഇരിക്കുന്ന ചില വചനമാണ് ഒന്ന് വിതയ്ക്കുന്നത്. രണ്ടാമത്തെ വിതയ്ക്കുന്നത് സ്തോത്രം. അവിടെയാണ് നിങ്ങളോടൊരു ദൂത് പറയാനായിട്ട് എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പ്രേരണ. 126 സങ്കീർത്തനം 5-ാം വാക്യം. കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. അപ്പൊ കണ്ണുനീര് എന്താണ്? ഒരു വിതയാണ്. കഴിഞ്ഞ ദിവസം വചനത്തിന്റെ വിത പറഞ്ഞ പോലെ ഞാൻ ഒരു വെളിപ്പാട് പറയുക. ആരും കാണാതെ നീ ചില വിഷയത്തിൽ വിതച്ച കണ്ണുനീർ അല്പകാലത്തിനകത്ത് നിന്നെ തകർത്ത വെല്ലുവിളിയുടെ മുമ്പിൽ നിനക്കൊരു കൊയ്ത്തായി വെളിപ്പെടാൻ പോവാ. ഓ ഹല്ലേലൂയ. എനിക്കറിയത്തില്ല, ഈ ദൂത് അവസാനിക്കുന്നതിന് മുമ്പ് ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് പറയുക, നീ ഒഴുക്കിയ കണ്ണുനീരും നീ കഴിച്ച പ്രാർത്ഥനയും ദൈവത്തിന് മുമ്പിൽ എത്തി. ആ കണ്ണുനീരിന്റെ മറുപടി, എന്റെ ജനം ആർപ്പോടെ കൊയ്യാൻ പോവാ. ഗ്ലോറി. നിന്റെ കഷ്ടകാലം പൊട്ടുന്നു, നിന്റെ ഗതികേട് പൊട്ടുന്നു. ഓ യേശുവിന്റെ നാമത്തിൽ ആരും കാണാതെ നീ ഒഴുക്കിയ കണ്ണുനീർ